സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകൻ സംസാരിക്കുന്നേയില്ല. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിന് ഇത്രമാത്രം ഉപകാരപ്പെടുന്ന വാക്കുകൾ ആ പ്രവാചകനല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എത്രമാത്രം ഉപകാരപ്രദമായതും ആഴമേറിയതും വിജ്ഞാനപ്രദവുമായ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ വാക്കുകളെ തേടുക. എന്നാൽ പ്രവാചകൻ്റെ വാക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അതോറിറ്റിയുമില്ലാതെ, യാതൊരു നിലക്കും ഉത്തരവാദിത്തമില്ലാതെ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഹദ്ദത ഹദീസൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബീൻ. ആരെങ്കിലും ഒരു ഹദീസ് പറഞ്ഞാൽ അത് കളവാണ്, ഞാൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പില്ല, എന്നിട്ടും അതാരെങ്കിലും റസൂല് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഉദ്ധരിച്ചാൽ അവനും എൻ്റെ പേരിൽ കളവ് പറയുന്നവനാണ്. സോഷ്യൽ മീഡിയ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ പലരും ഖാല റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, ദീനിലില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അറിയുക, അവരെല്ലാം പ്രവാചകന്റെ പേരിൽ കളവാണ് പറഞ്ഞു നടക്കുന്നത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ. പ്രവാചകന്റെ പേരിൽ മനഃപൂർവ്വം ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവർ നരകത്തിൽ ഒരു സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രവാചകന്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് വഹയാണ്, അത് സമൂഹത്തിന് ദിശാബോധം നൽകുന്നതാണ്, അത് സമൂഹത്തിന് ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ്. അതിലേക്ക് പരിമിതമായ ബുദ്ധിയുള്ള മനുഷ്യരുടെ വാക്കുകൾ കടന്നുകൂടാൻ പാടില്ല എന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്.